ഞാൻ ഇന്ന് വെണ്ണ കൊണ്ടുള്ളൊരു ബാദുഷ ഉണ്ടാക്കാനാണ് പോകുന്നത്. അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ 1/4 കിലോ മൈദ, 1/4 കിലോ പഞ്ചസാര, ഒരു സ്പൂണ് കൊണ്ട് എടുത്തിനെങ്കിലും നല്ല കോരിയെടുക്കാൻ മാത്രം വെണ്ണ, കുറച്ച് വെള്ളം, ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇത് നന്നായി നമ്മൾ അടിച്ചെടുക്കണം. ഇങ്ങനെ ആക്കിയിട്ട് നല്ല ഇതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. മുറുക്കാവാനും പാടില്ല, തീരെ ലൂസും ആവാൻ പാടില്ല. ആ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് പഞ്ചസാര പാവ് കാച്ചാൻ വയ്ക്കാം. അതിനായി ഞാനൊരു പ്രഷർ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ മുഴുവൻ പഞ്ചസാരയും അതിലിട്ട് കൊടുക്കാം. അതിന് മുങ്ങാൻ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒരു കമ്പിപ്പാകം വരുന്നത് വരെ നന്നായി ഇളക്കാം. പാക് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ചുട്ടെടുക്കാനുള്ള എണ്ണ ചൂടാകാൻ വെക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകട്ടെ. പാവ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പാവ് അത് ശരിയായില്ല. അപ്പോഴേക്കും നമുക്ക് ഈ ഉരുണ്ടകളാക്കി എടുത്ത് മാറ്റി വെക്കാം. ഓരോരോ ഉണ്ടകളെ ഉള്ളം കൈയിൽ വെച്ച് നന്നായി ഉരുട്ടി അതിന് ചുണ്ടൻവിരൽ കൊണ്ടൊരു അമർത്ത് എടുത്ത് വെക്കുക. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ ചെയ്തു വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓരോരോ ഉണ്ടകളായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പാവ് ശരിയായിട്ടുണ്ട്. ഒരു കമ്പി പാകത്തിനാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. തീ കുറച്ച് വെച്ച് വേവിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ള് ശരിക്കും വെന്ത് കിട്ടില്ല. ഹൈ ഫ്ലെയിമിൽ വേവിച്ചാൽ പുറം മാത്രമേ വെന്ത് കിട്ടുള്ളൂ. ഉള്ളു വേവാൻ പ്രയാസമായിരിക്കും. ഈ പാകൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ചെറു തീയിൽ വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ. ഇതിൻ്റെ 2 വശവും നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമ്മൾ നന്നായി കുഴച്ചെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ലെയർ വന്നിട്ടുള്ളത്. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് തണിയട്ടെ. ഇത് ഇനി പഞ്ചസാര പാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പാവിൽ നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ മുഴുവനായിട്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത്തിരി ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ബാദുഷ ഉണ്ടാക്കി ശരിയായിട്ടുണ്ട്. ഇത് നല്ലൊരു സ്വീറ്റാണ്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.